പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തിൽ, വീട്ടിൽ ഇന്ന് മുതൽ വലിയൊരു ചേഞ്ച് ഉണ്ടാകാനായിട്ട് പോവുകയാണ്. ചില ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാണ്, ഇവിടേക്ക് വരാൻ പോലും തോന്നില്ല, ഒരു സന്തോഷമില്ല, എപ്പോഴും വഴക്കാണ്. ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സന്തോഷം നിറയേണ്ട ഇടങ്ങളിലൊക്കെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരവസ്ഥ. ഇന്നു മുതൽ ഇതിനൊരു മാറ്റമുണ്ടാകണം. നമ്മുടെ എല്ലാം കുടുംബങ്ങൾ സ്വർഗമായിട്ട് തീരാൻ അതിനു പറ്റിയൊരു ചെറിയ ട്രിക്കാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, സ്വർഗത്തിൻ്റെ കവാടമാണിവിടം. നമ്മുടെയൊക്കെ കുടുംബങ്ങളെ നോക്കി ചുറ്റുമുള്ളവർ ഇങ്ങനെ പറയണം. അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്നു മുതൽ വീടിനെ മുഴുവനായി വചനം കൊണ്ട് നിറച്ച് ഓരോ ഇടങ്ങളെയും വചനത്തിൻ്റെ ശക്തിയാൽ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അമ്മമാരൊക്കെ ഇപ്പോൾ തന്നെ ഒരു ബുക്ക് എടുത്ത് ഞാൻ പറയുന്ന വചനങ്ങളൊക്കെ അങ്ങ് എഴുതിയെടുത്തോളൂ കേട്ടോ. ഇന്നു മുതൽ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളെ സമർപ്പിച്ച് ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. വചനം ദൈവമാണ്. ദൈവമുള്ളിടത്ത് സാത്താൻ ഒരിക്കലും പ്രവേശിക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ കുടുംബങ്ങളിൽ വചനത്തിൻ്റെ ശക്തി ഇറങ്ങി അസമാധാനങ്ങളൊക്കെ ഇല്ലാതാകട്ടെ. സന്തോഷവും സമൃദ്ധിയും കൊണ്ട് കുടുംബങ്ങൾ നിറയട്ടെ. നിങ്ങൾ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ, വലിയ മാറ്റമുണ്ടാകും. വീട്ടിൽ വരുന്നവരൊക്കെ പറയും, ഇവിടെ ഈ വീട്ടിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ എന്ന്. ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഒരു ശാന്തത, സന്തോഷമൊക്കെ ഉണ്ടല്ലോ എന്ന് അറിയാതെ അവർ പറയും. ഞാനൊരു കാര്യം പറയാം കേട്ടോ. ഞങ്ങൾ വീട് പണിയാൻ ആഗ്രഹിച്ച സമയത്ത്, അതായത് എൻ്റെ മാതാപിതാക്കൾ, ആ സമയത്ത് എൻ്റെ അമ്മ പണിയാൻ പോകുന്ന ആ വീടിനെ സമർപ്പിച്ചുകൊണ്ട് വചനം പറഞ്ഞും ഒരുപാട് 1000 തവണ വെച്ച് ഒരുപാട് പ്രാവശ്യം അമ്മ ഇങ്ങനെ വചനം എഴുതിയൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ശരിക്കും പ്രാർത്ഥന കൊണ്ട് തീർത്ത, പ്രാർത്ഥന കൊണ്ട് അടിത്തറയിട്ട് പണിത ഒരു കൊച്ചു ഭവനമാണ് എൻ്റെ സ്വന്തം വീട്. ഇന്നും ആ വീട്ടിൽ വരുന്നവരൊക്കെ പറയാറുണ്ട്, ഈ വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്, ഒരു ശാന്തതയാണ്, മനസ്സിലെ സങ്കടങ്ങളൊക്കെ എവിടേക്കോ പോയതുപോലെ തോന്നുന്നുവെന്ന്. എല്ലാവരും തന്നെ ആ വീട്ടിൽ ആരൊക്കെ വന്നു കയറുന്നു അവരെല്ലാം പറയാറുണ്ട്, ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ വീട്ടിലെന്ന്. എനിക്ക് പോലും അങ്ങനെയാണ്. ഞാൻ എവിടെയൊക്കെ പോയാലും കിട്ടാത്ത ഒരു സന്തോഷം എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ, ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ, ഈവൻ ആ വീടിൻ്റെ അകത്തേക്ക് പോലും കയറേണ്ട, മുറ്റത്ത് പോലും വന്ന് നിൽക്കുമ്പോൾ മനസ്സ് ഭയങ്കരമായിട്ട് ശാന്തമാകുന്ന ഒരു അനുഭവം എനിക്കെപ്പോഴും ഉണ്ടാകാറുണ്ട്. ഞാനതെൻ്റെ അമ്മയോട് എപ്പോഴും പറയാറുണ്ട്, അമ്മ ഒരുപാട് ഇരുന്ന് പ്രാർത്ഥിച്ച് വചനം എഴുതി വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു പണിത ഒരു വീടായതുകൊണ്ടായിരിക്കാം ഈ വീട്ടിലേക്ക് കയറുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയേറെ സന്തോഷം തോന്നുന്നതെന്ന്. അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അത്രമേൽ ഉറപ്പിൽ നിങ്ങളോട് പറയുന്നത്. ഞാനിന്നീ പറയുന്ന വചനങ്ങളൊക്കെ എഴുതിയെടുത്ത് വീടിൻ്റെ ഓരോ ഭാഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. വലിയ മാറ്റം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും. അതുപോലെ തന്നെ ഒരു വീട് പണിയാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്കും വീടില്ലാത്തവർക്കുമൊക്കെ നിങ്ങൾ പണിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ആ വീടിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളെയും സമർപ്പിച്ച് വചനം പറഞ്ഞ് നിങ്ങൾക്കും ഇപ്രകാരം പ്രാർത്ഥിക്കാവുന്നതാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങളെല്ലാം മാറി നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാമ്പത്തിക വഴികളൊക്കെ കർത്താവ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരുന്നതായിരിക്കും. ഒന്നാമതായിട്ട് നിങ്ങളുടെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളെ, ചുറ്റുപാടുകളെ, വീടിരിക്കുന്ന സ്ഥലത്തെ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട വചനം സക്രിയയുടെ പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനമാണ്. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. അതുപോലെ മറ്റൊരു വചനം നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായം 14-ാം തിരുവചനമാണ്. ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. അപ്പോൾ ഈ വചനം പറഞ്ഞ് നിങ്ങളുടെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളെ, ചുറ്റുപാടുകളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓ കർത്താവേ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളെ വിശുദ്ധീകരിച്ച് ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി സമാധാനത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ
പ്രാർത്ഥിച്ച് ഓരോ വചനങ്ങൾ നിങ്ങൾ പറഞ്ഞ് ഇപ്രകാരം പ്രാർത്ഥിക്കണം. അതുപോലെ അമ്മമാർ മുറ്റം അടിക്കാനൊക്കെ ആയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ പറമ്പിൽ പണിയുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ വചനം ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ ഈ വചനം ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ പുറത്തായിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിന് അല്ലെങ്കിൽ ആ മുൻവാതിലിന് അവിടെ സിറ്റ് ഔട്ടിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 121 അധ്യായം 8 തിരുവചനം. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നുമെന്നേക്കും കാത്തുകൊള്ളും. ഓ കർത്താവേ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ വീടിൻ്റെ മുൻവാതിലിനെ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിനെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മുടെ ലിവിംഗ് റൂം, വീടിൻ്റെ ലിവിംഗ് റൂമിനെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 133 അധ്യായം 2-3 തിരുവചനങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാം. വചനം ഇതാണ്: സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹറോന്റെ തലയിൽ നിന്ന് താടിയിലേക്കിറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടിയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണ്. അത് സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു വചനമാണ് കേട്ടോ ഇത്. വീട്ടിലുള്ള എല്ലാവരും പലപ്പോഴും ഒന്നിച്ചിരിക്കുന്നതും ഒന്നിച്ചിരുന്ന് TV കാണുന്നതും ഒക്കെയായൊരു സ്ഥലമാണ്. നമ്മുടെ വീടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലിവിങ് റൂം. അപ്പം അവിടെ ഒരു സ്നേഹത്തിൻ്റെ, ഒരുമയുടെ, ഐക്യത്തിൻ്റെ ഒരു ആത്മാവ് അവിടെ വന്ന് നിറയാനായിട്ട് നമുക്ക് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ലിവിങ് റൂമിനെ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറച്ച് വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ കിച്ചൺ, അടുക്കളയെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നത് മത്തായിയുടെ സുവിശേഷം 6 അധ്യായം 11 തിരുവചനമാണ്. പ്രാർത്ഥിക്കേണ്ടത്: അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഈ വചനം പറഞ്ഞ് സമൃദ്ധി കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ഭക്ഷണശാല, ഡൈനിങ് ഏരിയ, നമ്മൾ ഫാമിലി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലം, അതിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2 അധ്യായം 46 തിരുവചനമാണ്. അവർ ഏക മനസ്സോടെ താൽപര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. ഓ കർത്താവേ, ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ ഡൈനിങ് ഏരിയയെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഓഫീസ് റൂമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലം, സ്റ്റഡി റൂം, കുഞ്ഞുങ്ങളിരുന്ന് പഠിക്കുന്ന ആ സ്ഥലം, ഇതിനെയൊക്കെ സമർപ്പിച്ച് വിശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ വചനമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 16 അധ്യായം 3 തിരുവചനം. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. അതുപോലെ ബെഡ്റൂമിനെ സമർപ്പിച്ചുകൊണ്ട് 91 സങ്കീർത്തനം ചൊല്ലിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്കെല്ലാം അറിയാവുന്നതാണ് 91 സങ്കീർത്തനം, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നിങ്ങളുടെ വീടിന് എത്ര ബെഡ്റൂമുണ്ടോ ആ ബെഡ്റൂമുകളെല്ലാം സമർപ്പിച്ച് 91 സങ്കീർത്തനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ ബെഡ്റൂമുകളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇപ്രകാരം വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയ അഭിഷേകം, കൃപ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒഴുകിയിറങ്ങും. അപ്പോൾ എങ്ങനെയാണ് ഇന്ന് മുതൽ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങൾ സ്വർഗ തുല്യമായി മാറട്ടെ. കുടുംബങ്ങളിൽ നിന്ന് തിന്മയുടെ ശക്തികളൊക്കെ വചനത്തിൻ്റെ ശക്തിയാൽ അകന്നു പോകട്ടെ. ശാന്തിയും സമാധാനവും സന്തോഷവും സമൃദ്ധിയും കൊണ്ട് എല്ലാ മക്കളുടെ കുടുംബങ്ങളും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.